വാർത്തകളിലേക്ക്. ചരിത്രകാരൻ MGS നാരായണൻ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. കോഴിക്കോട് മലാപ്പറമ്പിലെ വസതിയിലാണ് അന്ത്യം. അതുല്യ രാമചന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി. അതുല്യ, നികത്താനാവാത്ത നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. കാളിദാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ നികത്താനാകാത്ത നഷ്ടം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം സാഹിത്യശാഖ പോലെ തന്നെ അത്ര പ്രാധാന്യം ഇനിയും ലഭിച്ചു വരാത്ത ഒരു വിഭാഗമായിരുന്നു ചരിത്രവും ചരിത്ര ഗവേഷണവും. ആ ചരിത്ര ഗവേഷണ രംഗത്തിന് ആദ്യമായൊരു പേര് ഉണ്ടാക്കി കൊടുത്തത്, അല്ലെങ്കിൽ ഒരു ആധികാരികത ഉണ്ടാക്കി കൊടുത്ത അതികായൻ തന്നെയാണ് MGS നാരായണൻ എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹം ഡോക്ടറേറ്റ് എടുത്തതിന് ശേഷം ചരിത്ര അധ്യാപകനായി ഗുരുവായൂരപ്പൻ കോളേജ്, കേരള വർമ്മ, അതുപോലെ തന്നെ കേരള സർവകലാശാല എന്നിങ്ങനെ നിരവധി ഇടങ്ങളിൽ ജോലിയിൽ പ്രവേശിച്ചിരുന്നു. അതിനുശേഷം ചരിത്ര പഠന കേന്ദ്രം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗമാക്കിയപ്പോൾ അദ്ദേഹം ചരിത്ര വിഭാഗത്തിൻ്റെ അധ്യക്ഷനായി HOD ആയി പ്രവർത്തിക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം മലയാളത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ ചരിത്ര ശാഖയ്ക്ക് അല്ലെങ്കിൽ ചരിത്ര ഗവേഷണത്തിന് നൽകിയ ഒരു ദിശാബോധം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൃത്യമായി പറയുകയാണെങ്കിൽ കേരളത്തിൽ ചരിത്ര പഠനത്തിന് ഒരു വഴി ഒരുക്കിയത്, ഏത് ദിശയിലേക്കാണ് പോകേണ്ടത് എന്ന് വഴി കാണിച്ചത് MGS നാരായണനാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കേരള ചരിത്രത്തെ അദ്ദേഹം പഠിച്ചത് അല്ലെങ്കിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തത് മറ്റൊരു രീതിയിലായിരുന്നു. നിലവിൽ ലഭ്യമായിട്ടുള്ള സംഘകാലഘട്ടത്തിൽ നിന്ന് ചേര കാലഘട്ടത്തിലേക്കും അതിനുശേഷം നാടുവാഴികളുടെ കാലഘട്ടത്തിലേക്കും എന്ന് സ്ഥിരമായി പിന്തുടർന്നു വന്നിരുന്ന ഒരു രീതിക്ക് പകരം അദ്ദേഹം കൃത്യമായി തെളിവുകൾ അന്വേഷിച്ചു പോയി എന്നുള്ളതാണ് MGSനെ വ്യത്യസ്തനാക്കുന്നത്. തെളിവ് തേടിയ ചരിത്രകാരനായിരുന്നു MGS എന്ന് തന്നെ നമുക്ക് പറയാം. കേരള ചരിത്രത്തെ കെട്ടിപ്പടുത്തത്, ഇന്ന് കാണുന്ന ഒരു നിലയിലേക്ക് കെട്ടിപ്പടുത്തത് MGS നാരായണൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കൃതികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പെരുമാൾസ് ഓഫ് കേരള എന്ന അദ്ദേഹത്തിൻ്റെ, അല്ലെങ്കിൽ കേരളത്തിലെ പെരുമാൾമാർ എന്ന ഗവേഷണ പ്രബന്ധം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസായി ഇന്നും നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ കൾച്ചറൽ സിംബയോസിസ് ഓഫ് കേരള, അതുപോലെ തന്നെ കേരളത്തിലെ 10 കള്ളക്കഥകൾ, കോഴിക്കോടിൻ്റെ കഥ മുതലായ പുസ്തകങ്ങളും അദ്ദേഹത്തിന് വലിയ ഖ്യാതി നേടിക്കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ചരിത്രത്തെ പുനർനിർവചിച്ച അല്ലെങ്കിൽ പുതിയൊരു ചിന്ത ഈ ചരിത്രത്തിൽ സാധ്യമാണ് എന്ന് കാണിച്ച പുസ്തകങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ള ഏടുകളും, അതുപോലെ തന്നെ കേരള ചരിത്രത്തിലെ 10 കള്ളക്കഥകളും. മറ്റൊന്ന് MGSനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ തൻ്റെ നിലപാടുകൾ കൊണ്ട്, അതായത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ അദ്ദേഹം എടുത്തു പറയാൻ ധൈര്യം കാണിച്ചിട്ടുള്ള പല നിലപാടുകളും കൊണ്ട് പലർക്കും അദ്ദേഹം വിവാദങ്ങൾക്ക് ഇടയായിട്ടുണ്ട്, ഭീഷണികൾക്ക് ഇടയായിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ആ പഠനത്തിലെ കൃത്യത കൊണ്ട് അദ്ദേഹം അതിനെയെല്ലാം നേരിട്ടു എന്നുള്ളതാണ് ഒരു നിലപാട്, അല്ലെങ്കിൽ ഒരു കണ്ടെത്തൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുമ്പോൾ. പലപ്പോഴും പല പുസ്തകങ്ങളിലും അദ്ദേഹം എഴുതിയിരിക്കുന്നതിലെ പല ഭാഗങ്ങളും വലിയ രീതിയിൽ വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. പക്ഷേ ആ വഴി വെച്ചിട്ടുള്ള വിവാദങ്ങളായ കാര്യങ്ങൾക്കെല്ലാം തന്നെ അദ്ദേഹം കൃത്യമായ തെളിവുകൾ, അല്ലെങ്കിൽ അതിലേക്ക് എങ്ങനെ എത്തി എന്നുള്ള കൃത്യമായ ഒരു വഴി അദ്ദേഹം നൽകിക്കൊണ്ട് തന്നെ ഈ വിമർശകരുടെ വായ അടപ്പിച്ചു എന്നുള്ളതാണ്. ആ നിർഭയത്വം തന്നെയാണ് MGS നാരായണന് കേരള ചരിത്രത്തിൽ, അല്ലെങ്കിൽ കേരള സാഹിത്യത്തിൽ പോലും അദ്ദേഹത്തിന് ഒരു വലിയ ആരാധക വൃന്ദത്തെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ കേരളത്തിലെ 10 കള്ളക്കഥകൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ നിരവധിയായ, നമ്മൾ ചരിത്രം എന്ന് വിശ്വസിച്ച് വന്നിരുന്ന നിരവധിയായ മിത്തുകളെ അദ്ദേഹം പൊളിച്ചെഴുതുന്നുണ്ട്. അവയുടെ പേരിൽ തന്നെയാണ് അദ്ദേഹം ഏറ്റവും അധികം ക്രൂശിക്കപ്പെട്ടിട്ടുള്ളതും എന്നുള്ളതാണ്. ഇത്തരത്തിൽ ചേരമാൻ പെരുമാൾ മാർക്കം കൂടി മക്കയ്ക്ക് പോയതാണ് എന്ന് പറഞ്ഞ് നമ്മൾ സ്ഥിരമായി പറഞ്ഞ് പഴകി വന്ന ആ ഒരു മിത്തിനെ അദ്ദേഹം ഈ ഒരു പുസ്തകത്തിൽ പൊളിച്ചെഴുതുന്നുണ്ട്. ആ നൂറ്റാണ്ടുകളിലെ വ്യത്യാസം വെച്ചുകൊണ്ട് ഇദ്ദേഹം ഉണ്ടായിരുന്ന 7-ാം നൂറ്റാണ്ടിലാണ്, മറ്റൊരു സംഭവം നടന്നിരിക്കുന്നത് 12-ാം നൂറ്റാണ്ടിലാണ്. ഈ 5 നൂറ്റാണ്ടുകളുടെ വ്യത്യാസം ചരിത്രത്തിൽ എവിടെയും പരാമർശിക്കപ്പെടുന്നില്ല എന്നത് എടുത്തു കാണിച്ചുകൊണ്ട് അദ്ദേഹം കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ വക്രീകരണത്തിന് ഉദാഹരണമായാണ് ചേരമാൻ പെരുമാൾ മാർക്കം കൂടിയതിനെ, അല്ലെങ്കിൽ മക്കയ്ക്ക് പോയതിനെ ചൂണ്ടിക്കാട്ടുന്നത്. അത്തരത്തിൽ ചരിത്ര വക്രീകരണം എന്നാണ് അദ്ദേഹം ഇത്തരം കാര്യങ്ങളെ വിളിക്കുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊന്നായിരുന്നു ശബരിമല എന്ന് പറയുന്നത്. റീസെൻ്റായി വന്ന ഒരു സംഭവമാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. അതിനു മുൻപും ശബരിമല ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലാണ് ശബരിമലയ്ക്ക് അഖില കേരള പ്രാധാന്യം ഉണ്ടാകുന്നത്. പിന്നീട് അത് ഒരു ജാതീയമായിട്ടുള്ള ഒന്നല്ലാത്തത് കൊണ്ടാണ് ആ പ്രാധാന്യം കൈവന്നത്. അതല്ലാതെ ഇതിനു മുൻപുള്ള ചരിത്രകാരന്മാർ പലപ്പോഴും അയ്യപ്പനെ, അല്ലെങ്കിൽ ആ അയ്യപ്പ വിഗ്രഹം ഇരിക്കുന്ന ആ ഒരു രീതിയെ അവലംബിച്ചുകൊണ്ട് അത് ബുദ്ധനുമായി, ബ്രാഹ്മണിക്കലായി
അതിനെ ചേർത്ത് വെക്കാറുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ പഠിച്ചു വന്ന ഈ ശ്രീധരമേനോന്റെ കേരള ചരിത്രത്തിൽ പോലും അയ്യപ്പനെയും ബുദ്ധമതത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത്തരത്തിലൊന്നും സാധ്യമല്ല എന്നും 20-ാം നൂറ്റാണ്ടിലാണ് ഇതിനൊരു പ്രാധാന്യം സിദ്ധിച്ചു വരുന്നത് എന്നുമാണ് MGS മുന്നോട്ട് വയ്ക്കുന്നത്. അയ്യപ്പനെയും ബുദ്ധനെയും ബ്രാഹ്മണനെയും ബന്ധിപ്പിക്കുന്ന യാതൊന്നും തന്നെ ഇല്ല എന്നുമുള്ള അദ്ദേഹത്തിന്റെ നിലപാട്, അതെല്ലാം വലിയ രീതിയിൽ തന്നെ വിമർശനത്തിന് കാരണമായിരുന്നു. എന്നാൽ അതിനെയെല്ലാം അദ്ദേഹം കൃത്യമായ കാലഗണനാക്രമം കൊണ്ട് തന്നെയാണ് നേരിട്ടത്. ഓരോ സംഭവങ്ങളും നടന്ന കാലഗണനാക്രമങ്ങൾ, പ്രത്യേകിച്ചും ശിലാലിഖിതങ്ങളും താമ്രശിലാലിഖിതങ്ങളും അടക്കം പരിശോധിച്ചുകൊണ്ടും അവ മുന്നോട്ട് വെച്ചുകൊണ്ടും കൃത്യമായി തന്നെ അദ്ദേഹം നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും കേരള ചരിത്ര ശാഖയെ സംബന്ധിച്ചിടത്തോളം ധിഷണാശാലിയായ ഒരാളെയാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതികായനെന്നോ അതുല്യ പ്രതിഭയെന്നോ വിശേഷിപ്പിക്കുന്നതിൽ ഒതുങ്ങില്ല, മറിച്ച് നിർഭയത്വവും കൃത്യതയും, തൻ്റെ പഠനങ്ങളിലെ കൃത്യതയും അത് എഴുത്തിലും അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ കേൾക്കുകയുണ്ടായി, അദ്ദേഹത്തെക്കുറിച്ച് അനുസ്മരിച്ചപ്പോൾ പലരും പറഞ്ഞത് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ഒരിക്കലും എഴുതിയിരുന്ന ഒരാളല്ല MGS എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകളെ അദ്ദേഹത്തിന് തന്നെ വ്യക്തമാക്കാൻ വേണ്ടി എഴുതി തുടങ്ങിയ ഒരു വ്യക്തിയാണ്. ആ ചരിത്ര കൗതുകം അല്ലെങ്കിൽ തൻ്റെ ഉള്ളിലെ ചരിത്ര കുതുകയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് MGS എഴുത്ത് ആരംഭിച്ചത്. അദ്ദേഹം അന്വേഷിച്ചു പോയ കാര്യങ്ങൾ, തെളിവ് തേടി അലഞ്ഞ കാര്യങ്ങൾ, സംഭവങ്ങൾ, അവയുടെ പിന്നിലെ വഴികൾ, ഇവയെല്ലാം അദ്ദേഹം അന്വേഷിച്ചത് പ്രസിദ്ധപ്പെടുത്താനായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ എന്നിട്ട് പോലും അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തിയ കാര്യങ്ങളിലെ കൃത്യത അല്ലെങ്കിൽ അതിലെ ഒരു കണിശത എന്ന് പറയുന്നതും, ആ നിലപാടുകളിൽ അദ്ദേഹം സത്യമാണെന്ന് കണ്ടെത്തിയ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ താൻ കണ്ടെത്തിയ ചരിത്രപരമായ തെളിവുകളെ കൂട്ടിച്ചേർക്കുമ്പോൾ ലഭിക്കുന്ന കാര്യങ്ങളെ അതേപോലെ തന്നെ തുറന്നു പറയാൻ കാണിച്ച നിർഭയത്വവുമാണ് കേരള ചരിത്ര വിഭാഗത്തിൽ, കേരള ചരിത്ര ശാഖയിൽ അദ്ദേഹത്തിന് ഇത്ര ഉന്നതമായൊരു സ്ഥാനം നേടിക്കൊടുത്തത്. കേരളത്തിലെ ചരിത്ര ശാഖയെ സംബന്ധിച്ചിടത്തോളം സംഘകാലഘട്ടത്തിൽ മാത്രം കുടുങ്ങിക്കിടന്നിരുന്ന അല്ലെങ്കിൽ കേരളത്തിൻ്റെ ദ്രാവിഡ ചരിത്രത്തിൽ മാത്രം കുടുങ്ങിക്കിടന്നിരുന്ന മലയാള ചരിത്ര ശാഖയെ അവിടെ നിന്നും കുറെ കൂടി മുന്നോട്ട് കൊണ്ടുവന്ന, പുരോഗതിയിലേക്ക് കൊണ്ടുവന്ന ധിഷണാശാലിയായ ചരിത്രകാരനെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. കാളിദാസ്.